വർഷങ്ങളായി തകർന്നു കിടന്ന തിരുവല്ല സ്വകാര്യ ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷം. 30 ലക്ഷം രൂപ അനുവദിച്ച് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു. തിരുവല്ല സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ കോൺക്രീറ്റിംഗ് ആണ് നടന്നത്. സാങ്കേതിക തടസ്സം കാരണം 1 മാസമായി നിർത്തിവെച്ചിരുന്ന പണികളാണ് ഇപ്പോൾ തുടങ്ങിയത്. തകർന്നു തരിപ്പണമായി കിടന്ന ബസ് സ്റ്റാൻഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന യാത്രക്കാരുടെയും ബസ് ജീവനക്കാരുടെയും നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് നഗരസഭ അനുവദിച്ച 30 ലക്ഷം രൂപ ചെലവഴിച്ച് 2 മാസം മുമ്പാണ് സ്റ്റാൻഡിന്റെ നിർമ്മാണം തുടങ്ങിയത്. കോൺക്രീറ്റിംഗിന് മുന്നോടിയായി തറയിൽ കമ്പി കെട്ടിയ ശേഷം 1 മാസമായി പണികൾ നിലച്ചുകിടക്കുകയായിരുന്നു. മഴക്കാലത്ത് TK റോഡിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം സ്റ്റാൻഡിൽ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കും വിധമാണ് കോൺക്രീറ്റിംഗ് നടത്തുന്നതെന്ന് നഗരസഭ വൈസ് ചെയർമാൻ ജിജി വട്ടശ്ശേരി പറഞ്ഞു. തിരുവല്ല നഗരസഭ ഇന്നും ഒരു 8 മാസം മുമ്പ് ഒരു 30 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ കമ്പിയിട്ട് വാർത്തുകൊണ്ട് എപ്പോഴും ഇവിടെ വെള്ളക്കെട്ടും അതൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനെ 30 ലക്ഷം അനുവദിച്ച് കമ്പിയിട്ട് വാർത്ത് നല്ല രീതിയിൽ എല്ലാം ചെയ്യാനായിട്ടുള്ളൊരു നടപടി സ്വീകരിച്ച് വന്നപ്പോഴാണ് ഈ മഴയും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ വളരെ ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് അല്പം താമസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എക്യുപ്മെൻസും അതുപോലെ തന്നെ പല കാര്യങ്ങൾ കൊണ്ട് സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് ഇച്ചിരി താമസിക്കേണ്ടി വന്നു. എങ്കിൽ തന്നെയും മിനിഞ്ഞാന്ന് പണി തുടങ്ങുകയുണ്ടായി. എത്രയും പെട്ടെന്ന് ഒരു 3-4 ദിവസത്തിനകം പണി പൂർത്തീകരിക്കുകയും നല്ല രീതിയിൽ ഇത് പൂർത്തീകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ വെയിറ്റിംഗ് ഷെഡ് നല്ല രീതിയിൽ പണിത് നല്ല രീതിയിലാക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള എല്ലാ നടപടി സ്വീകരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബസ് സ്റ്റാൻഡിനൊപ്പം ബസ് കാത്തിരിപ്പ് കേന്ദ്രവും നവീകരിക്കും. 2ാം ഘട്ടമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കുന്നതിനായി 2 ശുചിമുറികളും നിർമ്മിക്കും. ദിവസവും 100ഓളം ബസ്സുകളാണ് ഇതുവഴി കടന്നുപോകുന്നത്. കോൺക്രീറ്റ് ഇളകി ഇവിടെ വലിയ കുഴികൾ രൂപപ്പെട്ടിരുന്നത് യാത്രക്കാർക്കും ബസ് തൊഴിലാളികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു.